മക്കളെ, ഈ വർഷത്തെ ജിപ്മർ BSc നഴ്സിംഗിൻ്റെയും അതേപോലെ പാരാമെഡിക്കൽ കോഴ്സസിൻ്റെയും ഒക്കെ കൗൺസിലിംഗ് പ്രൊസീജിയറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ അതിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ്. അപ്പോൾ BSc നഴ്സിംഗ് അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സിൻ്റെ 2025-26 വർഷത്തെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും കൗൺസിലിങ്ങുമാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് 2 ദിവസമായിട്ടാണ് നടക്കുക. ഒക്ടോബർ 28 തീയതി ചൊവ്വാഴ്ചയും 29 തീയതി ബുധനാഴ്ചയുമായിട്ടാണ് നടക്കുന്നത്. ആകെ 181 സീറ്റിന് വേണ്ടിയാണ് ഈ അഡ്മിഷൻ. അതിൽ BSc നഴ്സിംഗുമുണ്ട്, അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സസും ഉണ്ട്. ആ സീറ്റ് ഡീറ്റെയിൽ നോക്കുക. BSc നഴ്സിംഗിന് 94 സീറ്റാണ്. 85 സീറ്റ് പെൺകുട്ടികൾക്കും 9 സീറ്റ് ആൺകുട്ടികൾക്കുമാണ്. 87ഓളം സീറ്റ് പാരാമെഡിക്കൽ കോഴ്സസിനുണ്ട്. അതിൽ ബാച്ചലർ ഓഫ് മെഡിക്കൽ ലബോറട്ടറി സയൻസ് 37 സീറ്റുണ്ട്, അനസ്തേഷ്യയ്ക്ക് 5 സീറ്റുണ്ട്, അതേപോലെ ഒപ്റ്റോമെട്രിക്ക് 5 സീറ്റ്, കാർഡിയാക് ലബോറട്ടറിക്ക് 5 സീറ്റ്, ഡയാലിസിസിന് 5 സീറ്റ്, അതുപോലെ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഇൻ ബ്ലഡ് ബാങ്കിങ്ങിന് 5 സീറ്റ്, മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജിക്ക് 5 സീറ്റ്, ന്യൂറോ ടെക്നോളജിക്ക് 5 സീറ്റ്, ന്യൂക്ലിയർ മെഡിസിന് 5 സീറ്റ്, പെർഫ്യൂഷൻ ടെക്നോളജിക്ക് 5 സീറ്റ്, റേഡിയോ തെറാപ്പി ടെക്നോളജിക്ക് 5 സീറ്റ്. അങ്ങനെ BSc കോഴ്സുകൾക്കെല്ലാമായിട്ട് 181 സീറ്റാണുള്ളത്. ഇനി അതിൻ്റെ ഡീറ്റെയിൽ ഇൻസ്ട്രക്ഷൻ നോക്കുക. ഇതിൽ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ 27 തീയതി റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒക്ടോബർ 27 തീയതി തിങ്കളാഴ്ച റിപ്പോർട്ട് ചെയ്യണം 10 മണിക്ക്. 27 തീയതി ജിപ്മർ അക്കാഡമിക് സെൻറ്ററിൽ 10 മണിക്ക് രാവിലെ റിപ്പോർട്ട് ചെയ്യണം. ബാക്കിയുള്ളവരെല്ലാം തന്നെ രജിസ്ട്രേഷൻ ആൻഡ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ വേണ്ടി ബാക്കിയുള്ളവരെല്ലാം, അതായത് ഓൾറെഡി ഇതിന് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ആ റാങ്ക് ലിസ്റ്റിലെ അനക്സർ 1 പേരുള്ള കുട്ടികളാണ് ഇതിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അനക്സർ 1 ഓവറോൾ മെറിറ്റ് ലിസ്റ്റിൽ വന്നിരിക്കുന്ന കുട്ടികളാണ് ഇതിൽ വരേണ്ടത്. അപ്പോൾ അതിൽ നോക്കാം, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ വിൽ ബി കണ്ടക്റ്റഡ് ഓഫ്ലൈൻ ആയിട്ടാണ്, ഓൺലൈൻ അല്ല. കുട്ടി നേരിട്ട് പോകണം. അപ്പോൾ അത് ഡോക്ടർ APJ അബ്ദുൽ കലാം ഓഡിറ്റോറിയം ജിപ്മർ പുതുച്ചേരിയിലാണ് നടക്കുക. അപ്പോൾ ഓഡിറ്റോറിയത്തിൻ്റെ ഡീറ്റെയിൽ ഒക്കെ തന്നിട്ടുണ്ട്. ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായിട്ടാണ്. അതിൽ ചൊവ്വാഴ്ച നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. ഇനി ചൊവ്വാഴ്ച നടക്കുന്ന സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് അന്ന് എലിജിബിൾ ലിസ്റ്റിൻ്റെ അല്ലെങ്കിൽ എലിജിബിൾ കാൻഡിഡേറ്റിൻ്റെ ലിസ്റ്റ് ഇടുകയും പിറ്റേ ദിവസം 29 തീയതി കൗൺസിലിങ്ങുമാണ്. 2 ദിവസമായിട്ടാണ് നടക്കുക. അതിലേതൊക്കെ സമയത്താണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് നോക്കുക. ഓവറോൾ മെറിറ്റ് ലിസ്റ്റിൽ 1 മുതൽ 1020 വരെ റാങ്ക് കിട്ടിയ കുട്ടികൾ രാവിലെ 7:30 റിപ്പോർട്ട് ചെയ്യണം. 10:30 വരെ അതിനുള്ള സമയമുണ്ടാവും. 1026 തുടങ്ങി 2040 വരെയുള്ള കുട്ടികൾ 10:30 തുടങ്ങി 12:30 വരെയാണ്. ഇനി 2041 തുടങ്ങി 3037 വരെ 12:30 തുടങ്ങി 2 മണി വരെയാണ്. അപ്പോൾ ഇവിടെ ഈ 1020 എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 1021 വരേണ്ടിയിരിക്കുന്നത്. ഓക്കെ, അത് ആ റാങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ സമയത്ത് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, കാൻഡിഡേറ്റ് റിപ്പോർട്ടഡ് ആഫ്റ്റർ ദ ഷെഡ്യൂൾ ടൈം വിൽ നോട്ട് ബി പെർമിറ്റഡ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമയത്തിന് ശേഷം ചെന്നാൽ നിങ്ങളെ റിപ്പോർട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. അതേപോലെ ദ കാൻഡിഡേറ്റ് ഹൗ ടു ഷോ ദ പ്രിൻ്റ് ഔട്ട് ഓഫ് ദ ചെക്ക് ലിസ്റ്റ് ഫോർ ജിപ്മർ BSc സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഓർ കൗൺസിലിംഗ് 2025-26. അതായത് നിങ്ങൾക്കൊരു ചെക്ക് ലിസ്റ്റ് കിട്ടും. ഈ ചെക്ക് ലിസ്റ്റ് എവിടെ നിന്നാണ് കിട്ടുക എന്ന് ചോദിച്ചാൽ, റാങ്ക് ലിസ്റ്റിൽ വന്ന എല്ലാ കുട്ടികളുടെയും രജിസ്റ്റേർഡ് ഇമെയിലിലേക്ക് അവർ ഈ ചെക്ക് ലിസ്റ്റ് അയച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രിൻ്റ് ഔട്ടാണ് കൊണ്ട് കാണിക്കേണ്ടത്. ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളെ സെക്യൂരിറ്റി ഒഫീഷ്യൽസ് ആ ക്യാമ്പസിലേക്ക് വിടുക. ഇനി എന്തൊക്കെ ഡോക്യുമെൻ്റാണ് നിങ്ങൾ വെരിഫിക്കേഷന് വേണ്ടി കൊണ്ടുപോകേണ്ടതെന്ന് ചോദിച്ചാൽ, ഇതെല്ലാം ഒറിജിനൽ ഡോക്യുമെൻ്റ് ആയിരിക്കണം. അപ്പോൾ അതിൽ ഇത്രയും ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ കൗൺസിലിങ്ങിന് പോകുമ്പോൾ കൊണ്ടുപോകണം. അതിലൊന്ന് വാലിഡ് ഫോട്ടോ ID പ്രൂഫ്, അത് ആധാർ കാർഡോ നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ പാസ്ബുക്കോ ഡ്രൈവിംഗ് ലൈസൻസോ ഒക്കെ കൊണ്ടുപോകാം. പിന്നെ രണ്ടാമത്തെ ചെക്ക് ലിസ്റ്റ്. ഈ ചെക്ക് ലിസ്റ്റ് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. ജിപ്മർ BSc സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ ചെക്ക് ലിസ്റ്റാണ്. ഈ ചെക്ക് ലിസ്റ്റ് വിൽ ബി സെൻഡ് ടു ദ രജിസ്റ്റേർഡ് ഇമെയിൽ അഡ്രസ് ഓഫ് ദ കാൻഡിഡേറ്റ് ലിസ്റ്റഡ് ഇൻ അനക്സർ 1 ഓൺ ഓർ ബിഫോർ 18th ഒക്ടോബർ. അതായത് ഒക്ടോബർ 18 തീയതിക്കോ അതിന് മുമ്പോ ആയിട്ട് ഈ ചെക്ക് ലിസ്റ്റ് നിങ്ങളുടെ മെയിലിൽ വരും. അത് പ്രിൻ്റ് ഔട്ട് എടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ചെക്ക് ലിസ്റ്റ് വിൽ നോട്ട് ബി സെൻഡ് ടു ദ കാൻഡിഡേറ്റ് മെൻഷൻഡ് ഇൻ അനക്സർ 2. അനക്സർ 2 കുട്ടികൾക്ക് ഇപ്പോൾ ചെക്ക് ലിസ്റ്റ് വിടില്ല. ഇനി ഈ ഇതിന് ശേഷം സീറ്റ് ബാക്കി വന്നാലേ അവരെ പരിഗണിക്കൂ. പിന്നെ നിങ്ങൾ കൊണ്ടുപോകേണ്ട മൂന്നാമത്തെ ഡോക്യുമെൻ്റാണ് നീറ്റ് UGയുടെ 2025 അഡ്മിറ്റ് കാർഡ്. 4ാമത്തേത് നീറ്റ് UGയുടെ സ്കോർ കാർഡ്. 5ാമത്തേത് പ്രിൻ്റ് ഔട്ട് ഓഫ് ജിപ്മർ BSc കോഴ്സ് അപ്ലിക്കേഷൻ. നിങ്ങൾ BSc കോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന അപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട്. പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്, അത് 10th സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റോ ഒക്കെ ആവാം. ദെൻ പാസ് സർട്ടിഫിക്കറ്റ്, +2ൻ്റെ പാസ് സർട്ടിഫിക്കറ്റ്, +2ൻ്റെ മാർക്ക് ലിസ്റ്റ്. രണ്ടും ഒന്നാണെങ്കിൽ ഇത് രണ്ടും ഒന്ന് തന്നെ കൊണ്ടുപോയാൽ മതി. ദെൻ കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, ലാസ്റ്റ് പഠിച്ച സ്ഥാപനത്തിനുള്ള കോൺടാക്ട് സർട്ടിഫിക്കറ്റ്. ഇതൊരു 6 മാസം ഉള്ളിൽ എടുത്താണെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ പുതിയൊരെണ്ണം വാങ്ങാൻ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അതിന് നിങ്ങൾക്ക് 10th സർട്ടിഫിക്കറ്റ് SLC ആണെങ്കിൽ അത് തന്നെ കൊണ്ടുപോകാം, ഇല്ലെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാം. ഇനി OBC NCL കാൻഡിഡേറ്റ് ഒക്കെ ആണെങ്കിൽ താലൂക്കിൽ നിന്ന് കിട്ടിയ തഹസിൽദാരോട് കിട്ടിയ NCL സർട്ടിഫിക്കറ്റ് ഏത് ഡേറ്റിന് ശേഷമുള്ള ഓൺ ഓർ ആഫ്റ്റർ
1/4/2024 അന്നോ അതിന് ശേഷമോ കിട്ടിയ സർട്ടിഫിക്കറ്റ്. അതേപോലെ EWS കാൻഡിഡേറ്റ് ആണെങ്കിൽ അതേപോലെ തന്നെ താലൂക്കിൽ നിന്ന് കിട്ടിയ 1/4/2024 അതിന് ശേഷമോ കിട്ടിയ സർട്ടിഫിക്കറ്റ്. പിന്നെ ലാസ്റ്റ് പഠിച്ച സ്ഥാപനത്തിലെ TC, അതേപോലെ ഇപ്പോൾ പുതുച്ചേരി റെസിഡൻ്റ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അതൊക്കെ ഉണ്ടാവണം. ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അതായത് NTA അലോട്ട് ചെയ്തിരിക്കുന്ന, ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, അപ്പോൾ അവിടുത്തെ അവിടെ നിന്നുള്ള ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. ഓർ നിങ്ങൾക്ക് ആ UDID കാർഡ് ആയാലും മതി. ഇപ്പോൾ നേരത്തെ ഓൾ ഇന്ത്യയുടെ പർപ്പസിന് അപ്ലൈ ചെയ്ത കുട്ടികൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും? ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്ന് അവർ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ടാവും, അതും കൊണ്ടുപോകാം. അതുപോലെ 4 പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ്, പിന്നെ 3 സെറ്റ് ഫോട്ടോ കോപ്പി ഓഫ് ദ എബോ. ഈ സർട്ടിഫിക്കറ്റിന് എല്ലാം 3 സെറ്റ് ഫോട്ടോ കോപ്പി. ഇനി കാൻഡിഡേറ്റ്സ് വിതൗട്ട് ദീസ് സർട്ടിഫിക്കറ്റ് വിൽ നോട്ട് ബി പെർമിറ്റഡ് ഫോർ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ. അതായത് ഈ സർട്ടിഫിക്കറ്റുകൾ ഒന്നുമില്ലാതെ അങ്ങോട്ട് ചെന്നിട്ട് കാര്യമില്ല, എന്തായാലും ഇതിൻ്റെ എല്ലാം ഒറിജിനൽ ഡോക്യുമെൻ്റ് ഉണ്ടാവണം. അതിൽ TCയിലൊരു എക്സെപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. TC മൈഗ്രേഷനിലൊക്കെ ഒരു മാക്സിമം 1 വീക്കൊക്കെ അവർ സമയം തരും. ഒന്നുകൂടി ശ്രദ്ധിക്കുക, കാൻഡിഡേറ്റ് മസ്റ്റ് ബ്രിങ് ഓൾ ദ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ്. ഈ മേലെ പറഞ്ഞിരിക്കുന്ന എല്ലാത്തിൻ്റെയും ഒറിജിനൽ ഡോക്യുമെൻ്റ് കൊണ്ടുചെല്ലാവൂ. അറ്റസ്റ്റഡ് കോപ്പിയോ ഔട്ട്ഡേറ്റഡ് സർട്ടിഫിക്കറ്റോ ഇൻവാലിഡ് ഫോർമാറ്റിലുള്ളതോ ബോണഫൈഡ് സർട്ടിഫിക്കറ്റുകളോ ഒന്നും പെർമിറ്റ് ചെയ്യില്ല, ഒറിജിനൽ തന്നെയായിരിക്കണം. ഇനി ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് അതർ ദാൻ ഇംഗ്ലീഷ് ആണെങ്കിൽ, മലയാളത്തിലോ മറ്റോ ആണെങ്കിൽ, അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഗസറ്റഡ് ഓഫീസറോട് അറ്റസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. ഇനി ഫെയിലിയർ ടു പ്രൊഡ്യൂസ് എനി ഓഫ് ദീസ് ഡോക്യുമെൻറ്റ്, ഇതിലേതെങ്കിലും ഡോക്യുമെൻറ്റ് നമ്മൾ കൊണ്ടുപോകാതായാൽ ആൻഡ് ദർ ഫോട്ടോ കോപ്പീസ് ഡ്യൂറിങ് ദ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, അതായത് ഇങ്ങനെ ഈ സർട്ടിഫിക്കറ്റും അതിൻ്റെ ഫോട്ടോ കോപ്പികളും 3 കോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും ഇല്ലാതെയാണ് പോകുന്നതെങ്കിൽ കുട്ടിയെ പരിഗണിക്കില്ല. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ ഇതിൻ്റെ ആവശ്യത്തിനുള്ള കോപ്പികളും മറ്റും നിങ്ങൾ എടുത്തു സൂക്ഷിച്ചുകൊള്ളുക. ഈ പ്രോസസ് അലൂട്ടായി അവർ സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ പിന്നെ തിരിച്ചു തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആവശ്യത്തിന് ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ കയ്യിൽ കരുതുകയും വേണം. അതായത് നിങ്ങളുടെ പിന്നീടുള്ള ആവശ്യത്തിന് നിങ്ങൾ കരുതുകയും വേണം. ഇനി ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ ഒരു പ്രൊവിഷണൽ ലിസ്റ്റ് ഫോർ കാൻഡിഡേറ്റ് എലിജിബിൾ ഫോർ ദ കൗൺസിലിംഗ്, അതായത് ഡേ 1 ചൊവ്വാഴ്ച 27-ാം തീയതി നോർമലി എന്താണ് സംഭവിക്കുക? സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, അതായത് 28-ാം തീയതി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടക്കും. എന്നിട്ട് 28-ാം തീയതി വൈകിട്ട്, 28-ാം തീയതി ചൊവ്വാഴ്ച സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടന്നാൽ 28-ാം തീയതി വൈകിട്ട് 7 മണിയോടുകൂടി എലിജിബിൾ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ആ എലിജിബിൾ ലിസ്റ്റിൽ ഉൾപ്പെട്ട കുട്ടികൾ പിറ്റേ ദിവസം 29-ാം തീയതിയുള്ള കൗൺസിലിങ്ങിന് വെയിറ്റ് ചെയ്താൽ മതി. ഇനി ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ ഓൾ ദ സർട്ടിഫിക്കറ്റ് വിൽ ബി റിട്ടേൺഡ്. ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ആ ഡോക്യുമെൻ്റ് ഒക്കെ തിരിച്ചു തരും. ഡോക്യുമെൻറ്റും തരും, ഒന്ന് ഫൈനലൈസ് ചെയ്ത ചെക്ക് ലിസ്റ്റും തരും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ തിരിച്ചു വാങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? 8 മണിക്ക് ഡോക്ടർ APJ അബ്ദുൽ കലാം ഓഡിറ്റോറിയത്തിൽ റിപ്പോർട്ട് ചെയ്യണം കൗൺസിലിങ്ങിന് വേണ്ടി. അപ്പോൾ തലേന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യും, വെരിഫൈഡ് ചെക്ക് ലിസ്റ്റും തരും, ഇതെല്ലാം തിരിച്ച് നിങ്ങളെ ഏൽപ്പിക്കും. ഇതെല്ലാമായിട്ട് പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് വീണ്ടും അവിടെ റിപ്പോർട്ട് ചെയ്യണം. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക, പേരൻസ് ഓർ ഗാർഡിയൻസ് ആർ നോട്ട് അലൗഡ് ടു എൻ്റർ ദ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഓർ കൗൺസിലിംഗ് ഹാൾ. ഈ 2 ദിവസവും, അതായത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനോ കൗൺസിലിങ്ങിനോ കുട്ടിയെ അല്ലാതെ പേരൻറ്റിനെയോ ഗാർഡിയനെയോ അതിനുള്ളിലേക്ക് കടത്തിവിടില്ല. അവർക്ക് സെപ്പറേറ്റ് വെയിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ കുട്ടികൾ എന്ത് ചെയ്യണം? 2 പെന്ന് കൊണ്ടുപോകണം, ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് 2 ബോൾ പോയിൻ്റ് പെന്ന് കയ്യിലുണ്ടാവണം. ഒരു വാട്ടർ ബോട്ടിലും നിങ്ങൾക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോകാം വിത്ത് ഡോക്യുമെൻറ്റുകളും കൊണ്ടുപോകാം. അതേപോലെ ഫുഡ് അറേഞ്ച്മെൻ്റ് ഒക്കെ തന്നെ ചെയ്യണം, അവിടുന്ന് ഫുഡ് പ്രൊവൈഡ് ചെയ്യില്ല. ഇനി പിറ്റേ ദിവസത്തെ പ്രോഗ്രാം ബുധനാഴ്ചത്തേത് 29-ാം തീയതി ഓൾ കാൻഡിഡേറ്റ് എലിജിബിൾ ഫോർ കൗൺസിലിംഗ്, അതായത് തലേന്ന് 28-ാം തീയതി ചൊവ്വാഴ്ച രാത്രി 7 മണിക്ക് അവിടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട എലിജിബിൾ ആയിരിക്കുന്ന കുട്ടികൾ പിറ്റേ ദിവസം ബുധനാഴ്ച 8 മണിക്ക് ഡോക്ടർ APJ അബ്ദുൽ കലാം ഓഡിറ്റോറിയത്തിൽ റിപ്പോർട്ട് ചെയ്യണം ഈ കൗൺസിലിംഗ് പ്രൊസീജിയറിന് വേണ്ടി. അവിടെയും പറഞ്ഞിട്ടുണ്ട് ദ കാൻഡിഡേറ്റ്സ് ഹൗ ടു അപ്പിയർ ഇൻ പേഴ്സൺ, അതായത് കുട്ടി തന്നെ പങ്കെടുക്കണം. റെപ്രസെൻറ്റേഷൻ ഓഫ് കാൻഡിഡേറ്റോ അല്ലെങ്കിൽ ഓതറൈസ്ഡ് പേഴ്സണോ ഒന്നും പറ്റില്ല, കുട്ടി തന്നെ പങ്കെടുക്കണം. അതേപോലെ കുട്ടി ഒരു വാലിഡ് ഗവൺമെൻറ് ഫോട്ടോ ID കരുതണം, അതായത് ആധാർ കാർഡ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് പോലെ ഒരു വാലിഡ് ID പ്രൂഫ് ഞാൻ മുമ്പ് പറഞ്ഞ ലിസ്റ്റിലുണ്ട്, ആ ഡോക്യുമെൻറ്റ് കയ്യിലുണ്ടാവണം. ദ കൗൺസിലിംഗ് പ്രോസസ് വിൽ സ്റ്റാർട്ട് എക്സാക്ട്ലി അറ്റ് 8 AM, 8 മണിക്ക് തുടങ്ങും. ഇനി അലോട്ട്മെൻറ്റ് കിട്ടുന്ന കുട്ടികളെ ശ്രദ്ധിക്കുക, നിങ്ങൾ അഡ്മിഷൻ ഫീ ആയിട്ട് ഒരു 11,410 രൂപ അടയ്ക്കണം. അത് നിങ്ങൾക്ക് ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്യാം. ഇതുകൂടാതെ അഡീഷണലി ഉണ്ടാകുന്ന പേയ്മെൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ചെയ്യാം. അലോട്ട്മെൻറ്റ് കിട്ടുന്ന കുട്ടികളുടെ മെഡിക്കൽ എക്സാമിനേഷൻ 30-ാം തീയതി ആയിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ് ടു മേക്ക് നെസസറി അറേഞ്ച്മെൻറ്റ് ഫോർ ദെയർ അക്കോമഡേഷൻ ഡ്യൂറിംഗ് ദ ഹോൾ അഡ്മിഷൻ പ്രോസസ്. ജിപ്മർ ഡസ് നോട്ട് പ്രൊവൈഡ് അക്കോമഡേഷൻ ഫോർ കാൻഡിഡേറ്റ്. അതായത് കുട്ടി ഈ 4 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ആ പ്രോഗ്രാമിന് പങ്കെടുക്കുന്ന കുട്ടി ഈ 4 ദിവസത്തെ അല്ലെങ്കിൽ 3 ദിവസത്തെ പ്രോഗ്രാമിനുമുള്ള അക്കോമഡേഷൻ കുട്ടി തന്നെ കണ്ടെത്തണം. പ്രൊസീജിയറിൻ്റെ ഒരു ചുരുക്കം ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. 27-ാം തീയതി തിങ്കളാഴ്ച 10 മണിക്ക് മെഡിക്കൽ എക്സാമിനേഷൻ ഫോർ ഫിസിക്കൽ ഡിസബിലിറ്റീസ് കാൻഡിഡേറ്റ്, ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കാൻഡിഡേറ്റ്സിൻ്റേതാണ്. 28-ാം തീയതി ചൊവ്വാഴ്ച
അനെക്സർ 1 ഉൾപ്പെട്ടിരിക്കുന്ന കുട്ടികളുടെ വെരിഫിക്കേഷനാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. 7:30 തുടങ്ങി 10:30 വരെ ഒരു കാറ്റഗറി റാങ്കിന്, 10:30 തുടങ്ങി 12:30 വരെ, 12:30 തുടങ്ങി 2 മണി വരെ. ആ റാങ്ക് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു. 1 തുടങ്ങി 1020 വരെ, അതേപോലെ 1026 തുടങ്ങി 2040 വരെ, 2041 തുടങ്ങി 3037 വരെ. ഇത് ഓരോരുത്തരുടെയും സമയം ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അന്ന് വൈകിട്ട് 7 മണിക്ക് പ്രൊവിഷൻ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും, അതായത് എലിജിബിൾ ഫോർ കൗൺസിലിംഗ്. ഇത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനാണ്. പിറ്റേ ദിവസം കൗൺസിലിങ്ങിന് ആർക്കൊക്കെ പറ്റുമെന്നുള്ളത് ജിപ്മറിൻ്റെ സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. 29-ാം തീയതി ബുധനാഴ്ച 8 മണിക്ക് കൗൺസിലിങ്ങിന് റിപ്പോർട്ട് ചെയ്യണം. 8:30-ക്ക് അവർക്ക് സീറ്റ് അല്ലെങ്കിൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. 9:30-ക്ക് കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഇനി അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ വീണ്ടും അവിടെ സ്റ്റേ ചെയ്യുക 30-ാം തീയതി. 30-ാം തീയതി രാവിലെ 9 മണി തുടങ്ങി മെഡിക്കൽ എക്സാമിനേഷനാണ്. മെഡിക്കൽ എക്സാമിനേഷൻ ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ പിന്നെ ബയോമെട്രിക് ഫിംഗർ പ്രിൻറ്റിങ് അല്ലെങ്കിൽ ബയോമെട്രിക്സ് എടുക്കുന്നത്, ഫിംഗർ പ്രിൻറ്റിങ് ക്യാപ്ചർ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അഡ്മിഷൻ ഓർഡർ ടു സെലക്റ്റഡ് കാൻഡിഡേറ്റ്, ഇത്രയും ഉണ്ടാവും. 31-ാം തീയതി 10 മണി തുടങ്ങി ഹോസ്റ്റൽ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്ത് തുടങ്ങും. ഇനി നവംബർ 3-ാം തീയതിയാണ് ഇത്. ഇവിടെ കൊണ്ട് ആ പ്രോഗ്രാം കഴിഞ്ഞു. നവംബർ 3-ാം തീയതിയാണ് അപ്രോക്സിമേറ്റ്ലി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 4 ദിവസവുമല്ല 5 ദിവസത്തോളം, ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണെങ്കിൽ 5 ദിവസത്തോളം ഇവിടെ എടുക്കും. ഇനി അല്ല നോർമൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ 4 ദിവസത്തോളം എടുക്കും. ഒന്ന് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ചൊവ്വാഴ്ച, ബുധനാഴ്ച കൗൺസിലിംഗ്, സീറ്റ് കിട്ടിയാൽ വ്യാഴാഴ്ച അഡ്മിഷൻ പ്രൊസീജിയർ അല്ലെങ്കിൽ നിങ്ങളുടെ മെഡിക്കൽ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ മെഡിക്കൽ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ അല്ല, മെഡിക്കൽ എക്സാമിനേഷനും ബയോമെട്രിക്കും ഒക്കെ 31-ാം തീയതി ഹോസ്റ്റൽ അക്കോമഡേഷനും. അങ്ങനെ 4 ദിവസത്തോളം അവിടെ നിങ്ങൾ സ്റ്റേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഓൾമോസ്റ്റ് ജിപ്മറിൻ്റെ കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആ ഷെഡ്യൂളും പ്രൊസീജിയറും ഒക്കെ ഞാൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ റാങ്ക് ലിസ്റ്റിൽ പെട്ട കുട്ടികൾ ഈ കോഴ്സുകളിൽ ഏതെങ്കിലുമൊക്കെ എടുക്കാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ നിർബന്ധമായിട്ടും അവിടെ ബൈ പേഴ്സൺ കുട്ടി തന്നെ ചെല്ലണം. അല്ലെങ്കിൽ കുട്ടി പേരൻറ്റിനെ കൊണ്ടുപോകുന്നതിലല്ല, കുട്ടിക്ക് പകരം ഒരാൾ പാടില്ല എന്ന് മാത്രം. അതേപോലെ ഞാൻ ആ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളും കൊണ്ടുപോകണം. ഇനി മറ്റെന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.